പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ 11-12 പേജുകളിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈക്വൽ ട്രയാങ്കിൾസിനെ സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, SSS തിയറം. If the three sides of a triangle are equal to the three sides of another triangle, then the triangles are said to be equal triangles or congruent triangles. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് വേറൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിനോട് ഈക്വൽ ആയാൽ അവ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് വൈസ് വേഴ്സ. ഇതിനർത്ഥം രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അവയുടെ ഈക്വൽ സൈഡ്സിന് എതിരെയുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയർ ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR. ഇവയിൽ രണ്ടിലും ഈക്വലായിട്ട് വരുന്ന ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായി ആദ്യമായിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി രണ്ടിലും ഈക്വൽ ആയി വരുന്ന സൈഡ്സിൻ്റെ പെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ട് ട്രയാങ്കിൾസിലെയും ഒരേ മെഷർ വരുന്ന സൈഡ്സിനെ നമുക്ക് ഒരേ സിമ്പിൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കളർ കൊണ്ടോ സൂചിപ്പിക്കാം. ഇവിടെ 4 സെൻറ്റിമീറ്റർ വരുന്ന സൈഡാണ് AC. അതുപോലെ ട്രയാങ്കിൾ PQRൽ 4 സെൻറ്റിമീറ്റർ വരുന്ന സൈഡാണ് QR. ഇതിനെ ബ്ലൂ ലൈൻ കൊണ്ട് അല്ലെങ്കിൽ സിമ്പിൾ ഉപയോഗിച്ച് ഒരു ലൈൻ കൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് 5 സെൻറ്റിമീറ്റർ വരുന്ന സൈഡായ BCയെ റെഡ് ലൈൻ കൊണ്ട് വരയ്ക്കുന്നു. ട്രയാങ്കിൾ PQRൽ 5 സെൻറ്റിമീറ്റർ വരുന്നത് PQ ആണ്. ഇത് രണ്ടിനെ നമുക്ക് സിമ്പിൾ ഉപയോഗിച്ച് രണ്ട് ചെറിയ വരകൾ കൊണ്ട് സൂചിപ്പിക്കാം. മൂന്നാമതായിട്ട് ഈക്വൽ വരുന്ന സൈഡാണ് 6 സെൻറ്റിമീറ്റർ വരുന്ന ABയും 6 സെൻറ്റിമീറ്റർ തന്നെ വരുന്ന PRും. ഈ രണ്ട് സൈഡ്സിനെയും 3 ചെറിയ വരകൾ കൊണ്ട് ഈക്വലാണ് എന്നത് സൂചിപ്പിക്കാം. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുമ്പോൾ ഇപ്പോൾ പറയുന്ന സ്റ്റെപ്സാണ് നമ്മൾ എഴുതേണ്ടത്. കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയ ഈക്വൽ സൈഡ്സ് നമുക്കൊന്ന് എഴുതാം. AC ഈക്വൽ ടു QR ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. BC ഈക്വൽ ടു PQ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. AB ഈക്വൽ ടു PR ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഈ 3 കാര്യങ്ങളും നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിരുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ റീസണായിട്ട് ഗിവൺ എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. ഇപ്പോൾ ഈ ട്രയാങ്കിൾ ABCയുടെ 3 സൈഡ്സും ട്രയാങ്കിൾ PQRൻ്റെ 3 സൈഡ്സിനോട് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. അതിനാൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന തിയറം SSS തിയറമാണ്. രണ്ട് ട്രയാങ്കിൾസ് ഈക്വലായി കഴിഞ്ഞാലുള്ള പ്രത്യേകത നമുക്കറിയാം. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയ ഈക്വൽ പെയർ ഓഫ് സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. 1 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിനെ 1 ലൈൻ കൊണ്ട് തന്നെ സൂചിപ്പിക്കാം. അടുത്തതായിട്ട് 2 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെഡ് ലൈനിൻ്റെ
അല്ലെങ്കിൽ റെഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിനെ 2 ലൈൻ റെഡ് കളർ വെച്ച് നമുക്ക് സൂചിപ്പിക്കാം. അടുത്തത് വയലറ്റ് കളർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഈ 3 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമുക്ക് 3 ലൈൻസ് കൊണ്ടും സൂചിപ്പിക്കാം. ഇങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈക്വൽ പെയർ ഓഫ് ആംഗിൾസ് എടുത്തെഴുതാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ നിന്നും ആംഗിൾ എക്ക് തുല്യമായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ആർ. അതുപോലെ ആംഗിൾ ബിക്ക് ഈക്വലായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ പി. ആംഗിൾ സിക്ക് ഈക്വലായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ക്യൂ. ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരുന്ന പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഇങ്ങനെ കണ്ടെത്താം. അടുത്ത ചോദ്യത്തിലും ഈക്വൽ പെയർ ഓഫ് ആംഗിൾസ് ആണ് നമ്മളോട് കണ്ടെത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോർ സെൻറ്റിമീറ്റർ വരുന്ന NL എന്ന സൈഡിനെ ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. അടുത്ത ട്രയാങ്കിളിൽ XYZ എന്ന ട്രയാങ്കിളിൽ 4 സെൻറ്റിമീറ്റർ വരുന്ന സൈഡാണ് XY. അതിനെ 1 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. 8 സെൻറ്റിമീറ്റർ വരുന്ന സൈഡാണ് LM. അതുപോലെ 8 സെൻറ്റിമീറ്റർ വരുന്ന മറ്റൊരു സൈഡ് ട്രയാങ്കിൾ XYZലുണ്ട്. അത് YZ ആണ്. ഈ 2 സൈഡിനെയും നമുക്ക് 2 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. മൂന്നാമതായിട്ട് 10 സെൻറ്റിമീറ്റർ വരുന്ന 2 സൈഡുകളുണ്ട്, NMഉം XZഉം. ഇതിനെ രണ്ടിനെയും നമുക്ക് 3 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ട്രയാങ്കിൾ LMN, ട്രയാങ്കിൾ XYZ, ഈ 2 ട്രയാങ്കിളിൻ്റെയും 3 സൈഡ്സ് പരസ്പരം ഈക്വലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. Therefore, triangle LMN congruent to triangle XYZ using the reason SSS theorem. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾ ആയി വന്നാൽ ആ ട്രയാങ്കിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് വൈസ് വേഴ്സ. രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ പെയർ ഓഫ് സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമുക്ക് ഓരോ സിമ്പിൾസ് കൊണ്ട് സൂചിപ്പിക്കാം. 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഒരു ലൈൻ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള ആംഗിൾസ് ആംഗിൾ M, ആംഗിൾ Z ഇവയും ഓരോ ചെറിയ വരകൾ കൊണ്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി LM, YZ ഈ 2 സൈഡ്സും ഈക്വലാണ്. അവയ്ക്കെതിരെയുള്ള ആംഗിളായ ആംഗിൾ N, ആംഗിൾ X എന്നിവയും 2 ലൈൻസ് കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. മൂന്ന് ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മൂന്നാമത്തെ സൈഡ് 10 സെൻറ്റിമീറ്റർ വരുന്ന മൂന്നാമത്തെ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായ ആംഗിൾ L, ആംഗിൾ Y എന്നിവയെ 3 ലൈൻസ് കൊണ്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഈ സിമ്പിൾസ് നോക്കി നമുക്ക് ഈക്വലായിട്ട് വരുന്ന ആംഗിൾസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി എഴുതി ചേർക്കാവുന്നതാണ്. ആംഗിൾ L ഈക്വൽ ടു ആംഗിൾ Y, ആംഗിൾ M ഈക്വൽ ടു ആംഗിൾ Z, ആംഗിൾ N ഈക്വൽ ടു ആംഗിൾ X. അടുത്തതായി
രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു ആർ പി ആൻഡ് സി എ ഈക്വൽ ടു പി ക്യു. രണ്ട് ട്രയാങ്കിൾസ് എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ആദ്യമായി നമുക്ക് തന്നിരിക്കുന്ന ഈ ഡാറ്റാസ് തന്നിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന് രേഖപ്പെടുത്താം. എ ബി ഈക്വൽ ടു ക്യു ആർ. എ ബി എന്ന സൈഡും ക്യു ആർ എന്ന സൈഡും ഒരേ സിമ്പിൾസ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പെയർ ഓഫ് സൈഡ്സ് ബി സിയും ആർ പിയും ആണ്. അവയെ നമുക്ക് രണ്ട് ലൈൻസ് വെച്ച് സൂചിപ്പിക്കാം. ബി സി ഇസ് ഈക്വൽ ടു ആർ പി. മൂന്നാമത്തെ പെയർ ഓഫ് സൈഡ്സ് സി എയും പി ക്യു ആണ്. അവയെ മൂന്ന് ലൈൻസ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ മൂന്ന് സൈഡ്സ് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ മൂന്ന് സൈഡ്സിനോട് ഈക്വലായിട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ എസ് 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 തിയറം അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഇതുപോലെ രേഖപ്പെടുത്താം. കൂടാതെ ട്രയാങ്കിൾസ് ഈക്വലായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വലായിരിക്കും. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് വൈസ് വേഴ്സ. ഒരേപോലെ മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമുക്ക് ഒരേ സിമ്പിൾസ് കൊണ്ട് മാർക്ക് ചെയ്യാം. എ ബിയും ക്യു ആറുമാണ് ഒരേ സിമ്പിൾസ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്സ്. അവയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസായ ആംഗിൾ സി, ആംഗിൾ പി എന്നിവയെ ഓരോ ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. രണ്ടാമതായിട്ട് രണ്ട് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസായ ആംഗിൾ എയും ആംഗിൾ ക്യൂവും രണ്ട് ലൈൻസ് കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. മൂന്ന് ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന എ സിയുടെയും പി ക്യുവിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസായ ആംഗിൾ ബിയും ആംഗിൾ ആറും മൂന്ന് ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഈക്വൽ പെയർ ഓഫ് ആംഗിൾസ് എളുപ്പത്തിൽ എടുത്തെഴുതാം. അടുത്തതായി ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ സി ആണ് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഏതൊരു ട്രയാങ്കിളിൻ്റെയും മൂന്ന് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ് കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അറിയാവുന്ന ആംഗിൾ മെഷർമെൻറ്റ്സ് രേഖപ്പെടുത്താം. ആംഗിൾ എ 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി 60 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്നും നമുക്ക് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കണ്ടെത്താം. കൂടാതെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരുന്ന പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ഈക്വൽ ടു 80 ഡിഗ്രി എന്നും നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇൻ ദ ട്രയാങ്കിൾ ബിലോ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു പി ക്യു, സി എ ഈക്വൽ ടു ആർ പി. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ എന്നീ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളിൻ്റെയും ഓരോ ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾ എ 60 ഡിഗ്രി, ആംഗിൾ ക്യൂ 70 ഡിഗ്രി. മറ്റ് രണ്ട് ആംഗിൾസും രണ്ട് ട്രയാങ്കിൾസിലും കണ്ടെത്തേണ്ടതാണ്. ഇവിടെയും നമുക്ക് തന്നിട്ടുള്ള ഈക്വൽ പെയർ ഓഫ് സൈഡ്സിനെ നമുക്ക് ഒരേപോലുള്ള സിമ്പിൾസ് വെച്ച് മാർക്ക് ചെയ്യാം. എ ബി ക്യു ആർ ഈ രണ്ട് സൈഡിനെ നമുക്ക് ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്യാം, എ ബിയെയും ക്യു ആറിനെയും. രണ്ടാമത്തെ പെയർ ഓഫ് സൈഡ്സ് ബി സി പി ക്യു ഇവയെ രണ്ട് ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യാം, ബി സി പി ക്യു. മൂന്നാമത്തെ പെയർ ഓഫ് സൈഡ്സ് സി എ ആർ പി ഇവയെ
3 ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യാം. CA, RP. ഇപ്പോൾ ട്രയാങ്കിൾ ABC-യുടെയും ട്രയാങ്കിൾ PQRൻ്റെയും 3 സൈഡ്സ് പരസ്പരം ഈക്വലായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. SSS തിയറം ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഇത് തെളിയിച്ചിരിക്കുന്നത്. ഇനി ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വലായിട്ട് വരുന്ന സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് വൈസ് വേഴ്സ. 2 ട്രയാങ്കിൾസിലും നമ്മൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഈക്വൽ പെയർ ഓഫ് സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ ഒരേപോലുള്ള സിമ്പിൾസ് വെച്ച് മാർക്ക് ചെയ്യാം. ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ABയും QR-ഉം, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ Cയും ആംഗിൾ Pയും, ഇതിനെ ഓരോ ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യാം. 2 ലൈൻസ് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന BC എന്ന സൈഡിൻ്റെയും PQ എന്ന സൈഡിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസായ ആംഗിൾ Aയും ആംഗിൾ Rഉം 2 ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യാം. മൂന്ന് ലൈൻസ് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന AC-യുടെയും PR-ൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസായ ആംഗിൾ Bയും ആംഗിൾ Qവും 3 ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ A ഇസ് ഈക്വൽ ടു ആംഗിൾ R. ഈ ആംഗിൾ എയുടെ അളവ് 60 ഡിഗ്രി ആയാൽ ഇത് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതാം. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Qവിൻ്റെ അളവ് 70 ഡിഗ്രി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, അതിനാൽ ഇത് 70 ഡിഗ്രി എന്ന് എഴുതാം. അടുത്ത പെയർ ഓഫ് ആംഗിൾസ് ആംഗിൾ C ഇസ് ഈക്വൽ ടു ആംഗിൾ P ആണ്. എന്നാൽ ഇതിൻ്റെ അളവ് നമുക്ക് തന്നിട്ടില്ല. ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എയുടെയും ബിയുടെയും അളവ് നമുക്കറിയാം, അതിവിടെ എഴുതാം. 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. Therefore, angle C is equal to 180 degree minus 130 degree is equal to 50 degree എന്ന് ലഭിക്കുന്നു. അതിനാൽ ആംഗിൾ C is equal to ആംഗിൾ P equal to 50 degree എന്ന് ലഭിക്കുന്നു. ഇങ്ങനെ 2 ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ പെയർ ഓഫ് ആംഗിൾസ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. 4ാമത്തെ ചോദ്യം. ഇവിടെ ഒരു കോഡിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ കോഡിലാറ്ററലിനെ 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ ABD-യും. ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD ഈക്വൽ ഇൻ ദ ഫിഗർ എബോവ് Y. അപ്പോൾ ആദ്യമായിട്ട് ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ AC എന്ന സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്, AD എന്ന സൈഡും 8 സെൻറ്റിമീറ്റർ ആണ്. ഈ 2 സൈഡ്സിനെ നമുക്ക് ഓരോ ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യാം. അതുപോലെ BC എന്ന സൈഡും BD എന്ന സൈഡും 6 സെൻറ്റിമീറ്റർ ആണ്. അതിന് രണ്ടിനെയും 2 ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യാം. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് AB എന്ന സൈഡാണ്. ഈ AB എന്ന സൈഡ് ആദ്യത്തെ ട്രയാങ്കിൾ ആയ ട്രയാങ്കിൾ ABC-ക്കും രണ്ടാമത്തെ ട്രയാങ്കിളായ ട്രയാങ്കിൾ ABD-ക്കും പൊതുവായിട്ടുള്ള വശമാണ്. അതുകൊണ്ട് അത് നമുക്ക് 3 ലൈൻസ് വെച്ച് കോമൺ സൈഡായിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്കിങ്ങനെ എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD. AC equal to ED equal to 8 centimeter given.
BC equal to BD equal to 6 cm. AB equal to AB common side. Triangle ABCയുടെ 3 സൈഡ്സ് ട്രയാങ്കിൾ ABDയുടെ 3 സൈഡ്സിനോട് ഈക്വലായിട്ട് വന്നതിനാൽ ട്രയാങ്കിൾ ABC കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ABD എന്ന് പറയാം. In equal triangles, the angles opposite to equal sides are equal and vice versa. ഈക്വൽ പെയർ ഓഫ് സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിനെ നമുക്ക് ഒരേ സിമ്പൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. രണ്ട് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന BC, BD ഇവയുടെ ഓപ്പോസിറ്റ് ആംഗിളിനെ രണ്ട് ലൈൻ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം. മൂന്ന് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ABയുടെ ഓപ്പോസിറ്റ് ആംഗിളായ ആംഗിൾ C, ആംഗിൾ D ഇവയെ 3 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. Since the triangle ABC and triangle ABD are equal triangles, their angles are also equal. Angle ABC equal to angle ABD, angle BAC equal to angle BAD, angle C is equal to angle D. Fifth question. In the quadrilateral ABCD shown below, AB equal to AD and BC equal to CD. Compute all the angles of the quadrilateral. ഇവിടെ quadrilateral ABCD രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADCയും. അതിൽ AB ഈക്വൽ ടു AD, BC ഈക്വൽ ടു CD എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഈ ഈക്വൽ പെയർ ഓഫ് സൈഡ്സിനെ നമുക്ക് ഒരേ സിമ്പിൾസ് കൊണ്ട് മാർക്ക് ചെയ്യാം. ABയെ ഒരു ലൈൻ, അതുപോലെ ADയെയും ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. BC ഈക്വൽ ടു CD എന്നിവയെ രണ്ട് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. മൂന്നാമതായിട്ട് AC എന്ന സൈഡ് ഒരു കോമൺ സൈഡാണ്. ഈ കോമൺ സൈഡിനെ നമുക്ക് 3 ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ട്രയാങ്കിൾ ABCയുടെയും ട്രയാങ്കിൾ ADCയുടെയും 3 സൈഡ്സ് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ഇവയെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതുപോലെ എഴുതാവുന്നതാണ്. കൺസിഡർ ദ ട്രയാങ്കിൾ ACD ആൻഡ് ട്രയാങ്കിൾ ACB. AB ഈക്വൽ ടു AD given, BC equal to CD given, AC equal to AC common side. Therefore, triangle ACB congruent to triangle ACD using SSS theorem. In equal triangles, the angles opposite to equal sides are equal and vice versa. ഒരുപോലെ മാർക്ക് ചെയ്ത സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമുക്ക് ഒരേ സിമ്പിൾസ് കൊണ്ട് മാർക്ക് ചെയ്യാം. ADക്കും ABക്കും എതിരെ വരുന്ന ആംഗിൾസിനെ 1 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് BC, CD ഈ വശങ്ങളുടെ എതിരെ വരുന്ന ആംഗിൾസിനെ 2 ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യാം. കോമൺ സൈഡായ ACക്ക് എതിരെ വരുന്ന ആംഗിൾ D, ആംഗിൾ B എന്നിവയെ 3 ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഇതാണ്. ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ ACD ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ BAC ഈസ് ഈക്വൽ ടു ആംഗിൾ CAD ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D. ഇവിടെ ആംഗിൾ ബിയുടെയും ആംഗിൾ ഡിയുടെയും അളവുകൾ നമുക്ക് തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇൻ ട്രയാംഗിൾ ABC, ആംഗിൾ BSC പ്ലസ് ആംഗിൾ ACB പ്ലസ് ആംഗിൾ B ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ BACയുടെ അളവ് 30 ഡിഗ്രിയാണ്, ആംഗിൾ ACBയുടെ അളവ് 50 ഡിഗ്രിയാണ്. അതുകൊണ്ട് 30 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി പ്ലസ് ആംഗിൾ B ഈക്വൽ ടു 180 ഡിഗ്രി. +30 + 50 is equal to
80 degree plus angle B is equal to 180 degree. Therefore, angle B equal to 180 degree minus 80 degree is equal to 100 degree എന്ന് ലഭിക്കും. അതിനാൽ angle B is equal to angle D is equal to 100 degree എന്ന് നമുക്ക് എഴുതാം. ഇതോടെ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.